എന്താണ് DMZ? ഡീമിലിറ്ററൈസ്ഡ് സോൺ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പല റൗട്ടറിലും മറ്റും DMZ എന്ന് പറഞ്ഞ ഓപ്ഷൻ അല്ലെങ്കിൽ DMZനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. നമ്മൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഓഫീസിൽ ഇൻ്റർനെറ്റ് ഉണ്ടാവും. അതായത് ഇൻ്റർനെറ്റ് നേരെ വന്ന് നമ്മുടെ റൗട്ട് മോഡത്തിൽ കയറി മോഡത്തിൽ നിന്ന് നേരെ ഒരു ഫയർവാൾ, നമ്മൾ ഓഫീസിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഫയർവാൾ വെച്ചിട്ടുണ്ടാവും. ഫയർവാളിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മുടെ ഈ ഒരു നെറ്റ്വർക്ക്, അതായത് വീട്ടിൽ ആ ഒരു ഓഫീസിലിരിക്കുന്ന ആ സിസ്റ്റം, പിന്നെ സെർവറുകൾ, വെബ് സെർവർ, ഇമെയിൽ സെർവർ, അങ്ങനെ ആ ഒരു സെർവറും ഇതായിരിക്കും ആ ഒരു നെറ്റ്വർക്ക്, ശരിയല്ലേ? അപ്പോൾ ഈ ഒരു ഫയർവാൾ എന്താണ് അവിടെ ചെയ്യുന്നത്? ഫയർവാൾ ചെയ്യുന്നത് പുറത്തുനിന്നുള്ള ത്രെഡ്സിനെയൊക്കെ ഇത് ഇവിടെ ബ്ലോക്ക് ചെയ്തിട്ട് നമ്മുടെ ഈ നെറ്റ്വർക്കിനെ, അതായത് ഈ നമ്മുടെ ഓഫീസിൻ്റെ അകത്തുള്ള ഈ ഒരു നെറ്റ്വർക്കിനെ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, പക്ഷേ നമ്മുടെ ഈ ഒരു സെർവറിലാണ് നമുക്കറിയാം എല്ലാം സ്റ്റോർ ചെയ്യുന്നത് സെർവേഴ്സിലാണ്. അപ്പോൾ ഈ സെർവേഴ്സിൽ ഈ ഇൻസൈഡ് ദ നെറ്റ്വർക്ക്, അതായത് നമ്മുടെ നെറ്റ്വർക്കിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ, അതായത് ഫോർ എക്സാമ്പിൾ ഈ ജോലിക്കകത്തുള്ളൊരു പണിക്കാരൻ അല്ലെങ്കിൽ ജോലിക്കകത്തുള്ളൊരു ജോലിക്കാരൻ ഇവിടെ ഇരുന്നുകൊണ്ട് ഈ ഒരു കമ്പ്യൂട്ടർ ആക്സസ് ചെയ്തിട്ട് ഈ ഒരു നെറ്റ്വർക്കിൽ അവന്, അപ്പോൾ ഈ ഫയർവാളിൻ്റെ ഉള്ളിലാണ് അവൻ നിൽക്കുന്നത്. അതായത് ഫയർവാളിൻ്റെ പുറത്ത് നിൽക്കുന്ന ഹാക്കേഴ്സിനാണ് ആ ഒരു പ്രശ്നം, ഇതിങ്ങോട്ട് കയറാനായിട്ട് ഇവിടെ ഒരു ഫയർവാൾ സ്റ്റോപ്പ് ചെയ്യുന്നത്. പക്ഷേ അകത്ത് നിൽക്കുന്ന ആൾക്കാർ ഒരു പ്രശ്നമില്ല, അകത്ത് നിൽക്കുന്ന ആൾക്കാർ ഓൾറെഡി ആ ഒരു നെറ്റ്വർക്കിൻ്റെ ഉള്ളിലാണ്, ശരിയല്ലേ? അപ്പോൾ അവർക്ക് സിമ്പിളായിട്ട് ഈ ഒരു സെർവറിനെ ആക്സസ് ചെയ്യാൻ പറ്റും. കാരണം വെച്ചാൽ അവരവിടെ നിന്ന് നേരെ ആ ഒരു സെർവറിലോട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതൊരു മിലിറ്ററൈസ്ഡ് സോണാണ്, ശരിയല്ലേ? ഈ ഒരു ഫയർവാളായി പ്രൊട്ടക്റ്റപ്പെട്ടത് മിലിറ്ററൈസ്ഡ് സോണാണ്. ഇതാണ് ഡീമിലിറ്ററൈസ്ഡ്. ഇത് മിലിറ്ററൈസ്ഡ് അല്ല, അതായത് വേറെ പ്രൊട്ടക്ഷൻ ഒന്നുമില്ല. അപ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ഈ ഒരു സർവീസിന്, അതായത് ഈ രണ്ട് സർവീസിനെ നമ്മളിപ്പോൾ ആ ഒരു നെറ്റ്വർക്കിൽ നിന്ന്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ആ നെറ്റ്വർക്കിൽ നിന്ന് നമ്മൾ മാറ്റി ഈ ഒരു ഫയർവാളിന് പുറത്ത്, അതായത് ഈ ഒരു സർവർ ആദ്യം വരെയാണെന്ന് വെച്ചോ, ഇതാണ് സർവർ, അതായത് ഇവിടെ ഇരുന്ന് വെച്ചാൽ സർവർ, അതായത് നെറ്റ്വർക്കിൻ്റെ ഉള്ളിൽ ഇരുന്ന് വെച്ചാൽ സർവറിനെ നമ്മൾ പുറത്തേക്ക് മാറ്റി ഡയറക്റ്റ് ഇങ്ങനെ വരും. അതായത് നെറ്റ് നേരെ ഈ ഒരു സെർവറിലേക്ക് വരികയും, ഓക്കെ, അതായത് ഫയർവാൾ ഇവിടെ വരികയും ഫയർവാളിൽ നിന്ന് പിന്നെ ഈ ഒരു നമ്മുടെ നെറ്റ്വർക്കിലോട്ട് വരികയും ചെയ്തു, ശരിയല്ലേ? അങ്ങനെ വരികയും ചെയ്തു. അപ്പോൾ എന്താ പറ്റിയേ? അപ്പോൾ ഈ ഒരാൾക്ക് ഈ ഒരു സർവേഴ്സിനെ അറ്റാക്ക് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഈ ഒരു ഫയർവാൾ ഇവിടെയുണ്ട്. അതായത് നേരെ ഫയർവാളിലോട്ട് വരുമ്പോൾ ഈ നെറ്റ്വർക്കിൽ ഈ ഒരു സെർവർ ഇല്ല. സെർവറിനെ പ്രൊട്ടക്റ്റഡ് ആയിട്ട് നമ്മൾ ഇപ്പുറത്തോട്ട് മാറ്റി, അതായത് ഫയർവാളിനെ ഇപ്പുറത്താക്കി. അപ്പോൾ വേറെ ചോദ്യമുണ്ട്, അതായത് ഇപ്പുറത്തോട്ട് ആക്കുമ്പോൾ എന്ത് പറ്റും? അതായത് ഇതൊരു ഡീമിലിറ്ററൈസ്ഡ് സോണിലോട്ട് ആക്കി. അതാണ് ഈ DMZ എന്ന് പറയുന്നത്. അത് മിലിറ്ററൈസ്ഡ് സോണിൽ നിന്ന് ഡീമിലിറ്ററൈസ്ഡ് സോണിലോട്ട് ആക്കി. പക്ഷേ ഇങ്ങനെ വന്ന സർവീസിന് അപ്പോൾ പിന്നെയും തെറ്റല്ലേ? അതായത് ഇതിനേക്കാളും കൂടുതൽ തെറ്റാണ് പുറത്ത് ആൾക്കാർക്ക് ഇപ്പോൾ സിമ്പിളായിട്ട് ഇതിനെ ഹാക്ക് ചെയ്യാൻ പറ്റും. കാരണം വെച്ചാൽ അത് ഫയർവാളില്ല, ഫയർവാളിന് പുറത്താണ് ഇരിക്കുന്നത്. ഫയർവാളിനകത്താണ് ഈ നമ്മുടെ ആ നെറ്റ്വർക്ക് സിസ്റ്റം വന്നെങ്കിലും നമ്മൾ ആ ഒരു സർവീസിനെ പുറത്താക്കി. അതായത് അത് കഴിഞ്ഞിട്ടുള്ള നെറ്റ്വർക്കിലോട്ട് നമ്മൾ ഫയർവാളിനെ മാറ്റി. അപ്പോൾ ഈ പിന്നെയും ഇത് എക്സ്പോസ്ഡ് ആയി, ശരി, ഡീമിലിറ്ററൈസ്ഡ് സോണിലായി, അതായത് DMZ വന്നു, പക്ഷേ അത് ആ ഒരു എക്സ്പോസ്ഡ് ആയി. അപ്പോൾ അവിടെ എന്ത് ചെയ്യും? നമ്മൾ ഇവിടെ ആയിട്ട് ഒരു ഫയർവാൾ വീണ്ടും സെറ്റ് ചെയ്യും. ഇതൊരു ഫയർവാളാണെന്ന് വയ്ക്കുക, അല്ലേ? രണ്ട് ഫയർവാൾ 1, ഫയർവാൾ 2, ഈ രണ്ട് ഫയർവാൾ നമ്മൾ സെറ്റ് ചെയ്യും. അപ്പോൾ നെറ്റിൽ നിന്ന്, അതായത് മോഡത്തിൽ നിന്ന് നേരെ ആദ്യത്തെ ഒരു ഫയർവാൾ കഴിഞ്ഞിട്ട് ഈ ഒരു സെർവർ, അത് കഴിഞ്ഞിട്ട് വീണ്ടും ഫയർവാൾ, അത് കഴിഞ്ഞ് പിന്നെ ഒരു നെറ്റ്വർക്ക്. അപ്പോൾ അങ്ങനെ ഈ ഒരു നമ്മുടെ ആ ഒരു സർവേഴ്സിന് ആ ഒരു പ്രൊട്ടക്ഷൻ കൊടുത്തു. അപ്പോൾ രണ്ട് ഫയർവാളിൻ്റെ ഉള്ളിലാവും ഈ ഒരു സർവേഴ്സ്, ഈ രണ്ട് ഫയർവാളിൻ്റെ ഉള്ളിലാവും സർവേഴ്സ്. അപ്പോൾ അതായത് ഈ നെറ്റ്വർക്കിൽ നിന്നിട്ടും ആ ഒരു സെർവറിലോട്ട് ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല, പ്രൊട്ടക്ഷൻ ഇവിടെ ഒരു ഫയർവാൾ ഉണ്ടാവും. അതുപോലെ തന്നെ പുറത്ത് നിന്നിട്ട്, അതായത് പുറത്തു നിന്നും ആ ഒരു ഫയർവാളിലോട്ട്, ഒരു സെർവറിലോട്ട് ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം അവിടെയും ഒരു ഫയർവാളാവും. അതായത് സർവേഴ്സിൻ്റെ മുമ്പിലും പുറകിലായിട്ട് ഓരോ ഫയർവാൾ നമ്മൾ സെറ്റ് ചെയ്യും. ഫയർവാൾ 1, ഫയർവാൾ 2 എന്ന് പറഞ്ഞാൽ രണ്ട് ഫയർവാളുകൾ അവിടെ സെറ്റ് ചെയ്യും. അപ്പോഴും ആ ഒരു സെർവർ നല്ലോണം പ്രൊട്ടക്റ്റഡ് ആവാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ഡീമിലിറ്ററൈസ്ഡ് സോൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു മിലിറ്ററൈസ്ഡ് സോണിൽ നിന്നിട്ട് അത് പുറത്തോട്ട് വയ്ക്കുന്നതാണ്. പക്ഷേ ഇവിടെ വെച്ച് കഴിയുമ്പോൾ രണ്ട് സൈഡിലും ആ ഒരു സർവേഴ്സ് പുറത്ത് വരുമ്പോൾ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് രണ്ട് ഫയർവാളുകൾ ഉപയോഗിക്കുന്നതായിട്ട് കാണാം. പല വലിയ നെറ്റ്വർക്കിലൊക്കെ രണ്ട് ഫയർവാൾ ഉപയോഗിക്കുന്നത് അതിനാണ്. ഇനിയിപ്പോൾ അതല്ല, നമുക്കിപ്പോൾ നോർമലി ഇതെല്ലാം കളഞ്ഞ് നമ്മുടെ വീട്ടിലെ നെറ്റ്വർക്ക്, ഇപ്പോൾ ഈ കാണുന്നത് നമ്മുടെ ഒരു മോഡോ അല്ലെങ്കിൽ റൗട്ടറാണെന്ന് വിചാരിക്കാം. അപ്പോൾ അവിടെ നിന്ന് നമ്മളിപ്പോൾ രണ്ട് കണക്ഷൻ, അതായത് ഇപ്പോൾ ഈ ഒരു കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഇവിടെ നിന്ന് വേറൊരു കമ്പ്യൂട്ടർ, ഇങ്ങനെ എല്ലാ കമ്പ്യൂട്ടറിലൊക്കെ നമ്മൾ ആ ഒരു കണക്ഷൻ നമ്മൾ എടുത്തെന്ന് വിചാരിക്കാം. അപ്പോൾ ഈ ഒരു റൗട്ടേഴ്സിൽ അല്ലെങ്കിൽ മോഡത്തിലും കാണും ഒരു DMZ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ കണ്ടിട്ടുണ്ടാവില്ലേ? അപ്പോൾ അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു റൗട്ടറിനും ഈ ഒരു മിലിറ്ററൈസ്ഡ് സോൺ ഉണ്ടാവും. അതായത് ഇതിനകത്തും ഒരു ഫിൽട്രേഷൻ ഉണ്ടാവും, ഒരു ചെറിയൊരു ഫയർവാൾ പ്രൊട്ടക്ഷൻ ഈ ഒരു റൗട്ടറിൻ്റെ ഉള്ളിലും ഉണ്ടാവും. അതുപോലെ തന്നെ പോർട്ട് ഉൾപ്പെടെയുള്ളതൊക്കെ ഈ ഒരു റൗട്ടറിൻ്റെ ഉള്ളിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ ഒരു ഫോർ എക്സാമ്പിൾ ഇവിടെ ഒരു ഗെയിമിംഗ് കൺസോളുള്ള അല്ലെങ്കിൽ ഗെയിം കളിക്കുന്ന ഒരു കമ്പ്യൂട്ടറാണെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിനകത്തൊക്കെ നമ്മൾ DMZ സെറ്റ് ചെയ്യും ഈ ഒരു പർട്ടിക്കുലർ കമ്പ്യൂട്ടറിന് വേണ്ടി. അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് വരുന്ന ആ ഒരു ഇൻ്റർനെറ്റ് നല്ല സ്മൂത്തിലി ഈ ഒരു പർട്ടിക്കുലർ കമ്പ്യൂട്ടറിലോട്ട്, നമ്മൾ ഗെയിം കളിക്കുന്ന കമ്പ്യൂട്ടറിലോട്ട് വരാൻ വേണ്ടിയിട്ടാണ്. അതായത് ഒരു ഫിൽട്രേഷനും ഇല്ലാണ്ട്, അതായത് ഈ റൗട്ടറിൻ്റേതായിട്ടുള്ള ഫയർവാളോ ഫിൽട്രേഷനോ ഒന്നും ഇല്ലാണ്ട് നേരിട്ട് തന്നെ വരണം. അപ്പോൾ അത്രയും ഒരു ആക്സസും ആ ഒരു
സ്പീഡും ആ ഒരു പാക്കറ്റിൻ്റെ ആ ഒരു സ്പീഡും കാര്യങ്ങളൊക്കെ ആ ഒരു കമ്പ്യൂട്ടറിൽ ലഭിക്കുക, നല്ല ഒരു പ്രോപ്പർ റെസ്പോൺസ് ആ ഒരു കമ്പ്യൂട്ടറിലേക്ക്. പക്ഷേ അത് വേറൊരു പ്രശ്നമായിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഈ ഒരു ഫിൽട്രേഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ ആ ഒരു DMZ നെറ്റ്വർക്ക് ഡീമിലിറ്ററൈസ്ഡ് സോണിലോട്ടായി, അതായത് ആ ഒരു മിലിറ്ററൈസ്ഡ് സോണിൽ നിന്നും ഡീമിലിറ്ററൈസ്ഡ് സോണിലോട്ടായി ഇതിൻ്റെ പ്രവർത്തനം. അപ്പോൾ ഈ ഒരു ഫയർവാളിൻ്റെ ഒരു റൗട്ടറിൻ്റേതായിട്ടുള്ള ഫയർവാൾ പ്രൊട്ടക്ഷനും കാര്യങ്ങളൊന്നും ലഭിക്കില്ല. പക്ഷേ നല്ല ഒരു പാക്കറ്റ്സും കാര്യങ്ങളും നല്ല ത്രൂ ഔട്ട് നല്ല ഈ ഇൻ്റർനെറ്റിൽ നിന്ന് തന്നെ നേരെ റൗട്ടറിൽ കയറി ആ ഒരു പർട്ടിക്കുലർ കമ്പ്യൂട്ടറിലോട്ട് വരും. പക്ഷേ അതിന് നമ്മൾ സ്റ്റാറ്റിക്കായിട്ട് ഈ ഒരു കമ്പ്യൂട്ടറിനെ സെറ്റ് ചെയ്യുകയും ആ ഒരു സ്റ്റാറ്റിക് IP ഈ ഒരു റൗട്ടറിന് DMZ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ നമ്മൾ ഏതാണോ ആ ഒരു കമ്പ്യൂട്ടർ നമുക്ക് ആവശ്യമുള്ളത് DMZ ആയിട്ട് ഡീമിലിറ്ററൈസ്ഡ് സോണിലോട്ട് വരുത്തേണ്ടത് ആ സിസ്റ്റം, അതിൻ്റെ സ്റ്റാറ്റിക് IP നമ്മൾ കറക്റ്റായിട്ട് തന്നെ ആ ഒരു നമ്മുടെ റൗട്ടറിൽ നമ്മൾ അല്ലെങ്കിൽ മോഡത്തിലാണെങ്കിലും ONU-ലാണെങ്കിലും അതിൽ എൻ്റർ ചെയ്ത് കൊടുക്കുക. DMZ എന്നുള്ള ഓപ്ഷനിൽ ആ ഒരു സ്റ്റാറ്റിക് IP ഇവിടെ ആ ഒരു IP ആ ഒരു DMZ IP ഈ റൗട്ടറിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഇൻ്റർനെറ്റ് നേരെ ആ ഒരു പർട്ടിക്കുലർ സിസ്റ്റത്തിലോട്ട് തന്നെ വരികയും ആ ഒരു സ്പീഡും കാര്യങ്ങളൊക്കെ ഉണ്ടാകുകയും ചെയ്യുക. ഒരു ഡീമിലിറ്ററൈസ്ഡ് സോണിലോട്ട് ആ ഒരു സിസ്റ്റം പോകും. പക്ഷേ അത് ശരിക്കും പറഞ്ഞാൽ ആ ഒരു സ്പീഡും അല്ലെങ്കിൽ ആ ഒരു പാക്കറ്റിൻ്റെ ആ ഒരു ഇതിന് വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ്, ഗെയിമിങ്ങിനൊക്കെ ചെയ്യുന്നതാണ്. പക്ഷേ അത് ആ ഒരു വളർന്നബിലിറ്റി കൂട്ടുകയാണ് ചെയ്യുള്ളൂ. കാരണം ആ ഒരു പ്രൊട്ടക്ഷനിൽ നിന്നും മാറുകയാണ് ചെയ്യുന്നത് ആ ഒരു പർട്ടിക്കുലർ സിസ്റ്റം. അതുപോലെ തന്നെ ചില റിമോട്ടിൽ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻസിനും അതുപോലെ DMZ സെറ്റ് ചെയ്യാറുണ്ട്. അങ്ങനെ പലതിനും ആ ഒരു DMZ സെറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതാണ് DMZ എന്ന് പറയുന്നത്, ഒരു ഡീമിലിറ്ററൈസ്ഡ് സോൺ എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ ഇങ്ങനെ സെറ്റ് ചെയ്ത് നമ്മൾ റൗട്ടർ വഴിയും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു സെർവറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനൊക്കെ ആ ഒരു DMZ ചെയ്യാം. അതായത് ഡീമിലിറ്ററൈസ്ഡ് സോൺ, അതായത് പ്രൊട്ടക്ഷൻ ഇല്ലാത്ത ഒരു ഏരിയയിലോട്ട് ഇതിന് മാറ്റുന്നതിനാണ് DMZ എന്ന് തന്നെ പറയുന്നത്. അപ്പോൾ ഇത് റൗട്ടറിലും ചെയ്യാം, അതുപോലെ തന്നെ നമുക്ക് ആ ഒരു ഫയർവാളിൻ്റെ കണ്ടപോലെ അതുപോലെയും നമുക്ക് ആ ഒരു ഡീമിലിറ്ററൈസ്ഡ് സോണിലോട്ട് മാറ്റാം. അതാണ് DMZ, അതായത് ഡീമിലിറ്ററൈസ്ഡ് സോൺ എന്ന് പറയുന്നത്.